അമ്മയ്ക്ക് സ്റ്റെല്ല ഉണ്ടാക്കിയ കറികളൊക്കെ ഇഷ്ടമായോ? ഒരു ഉരുള ചോറ് പാവയ്ക്കാ തീയലിൽ മുക്കിക്കൊണ്ട് രാധമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ശാലിനി. അവളുടെ ചോദ്യം കേട്ടതും രാധമ്മ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കാലത്തേതിലും മാറ്റമുണ്ടെന്ന് തോന്നുന്നു. ചേച്ചിയെ കണ്ടതുകൊണ്ട് അമ്മയ്ക്ക് സന്തോഷമായി. അതുകൊണ്ടാവുമല്ലേ? കുറച്ചു വ്യക്തമായി പുഞ്ചിരിച്ച രാധയെ നോക്കി സ്റ്റെല്ല സാവധാനം പറഞ്ഞു. അല്ലേലും അമ്മയ്ക്ക് ഞങ്ങൾ 3 മക്കളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ഇവളെയാണ്. അതാണ് ഈ മാറ്റത്തിന്റെ പിന്നിലുള്ള വസ്തുത. ശിവൻ പറഞ്ഞതും ശാലിനി അവനെ നോക്കി തലയാട്ടി. ഉവ്വ്, ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ഊണിലും ഉറക്കത്തിലും എന്ന് വേണ്ട, സകല കാര്യത്തിലും അമ്മയ്ക്ക് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അമ്മയുടെ മൂത്ത മകനായ ശിവൻ. എന്നിട്ടിപ്പോ ഏട്ടന്റെ സംസാരം കേട്ടില്ലേ? ചുമ്മാ തള്ളുന്നതാണെന്റെ കൊച്ചെ, നീ ഇതൊന്നും വിശ്വസിക്കരുതേ. ശാലിനിയും ശിവനും കൂടി ഓരോരോ കഥകൾ പറയുന്നത് കേട്ട് പുഞ്ചിരിയോടുകൂടി ചുവരിൽ ചാരി നിൽക്കുകയാണ് സ്റ്റെല്ല അപ്പോഴും. പാവയ്ക്കാ തീയൽ ഇവിടെ അമ്മയ്ക്കും ഏട്ടനും ഇഷ്ടമുള്ള കറിയാണ്. ഏട്ടൻ പറഞ്ഞിട്ടാണോ ഇത് ഈ കൊച്ചുണ്ടാക്കിയത്? അമ്മയ്ക്ക് ചെറിയ ഉരുളകൾ ഓരോന്നായി ഉരുട്ടി കറികളൊക്കെ ചേർത്ത് വായിലേക്ക് അവൾ വെച്ചുകൊടുത്തു. ഇല്ലടി, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല. സ്റ്റെല്ല സ്വന്തമായിട്ടുണ്ടാക്കിയതാണ്. ശിവൻ അവളെ തിരുത്തി. നല്ല പിഞ്ച് പാവയ്ക്ക ആയതുകൊണ്ട് തീയൽ വെക്കാം എന്നോർത്താണ് ചേച്ചി. അതാകുമ്പോൾ കയ്പും കുറവല്ലേ? സ്റ്റെല്ല പറഞ്ഞതും ശാലിനി തലകുലുക്കി. ചേച്ചി എന്നാൽ ഇവിടെ ഇരിക്കുവല്ലേ? മുറ്റത്ത് കുറച്ച് തുണികൾ നനച്ചിട്ടിട്ടുണ്ട്. അത് ഉണങ്ങിയെങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ടുവരാം. സ്റ്റെല്ല ശാലിനിയുടെ അടുത്തു നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ ശിവൻ അപ്പോഴേക്കും തുണികളൊക്കെ പെറുക്കിയെടുത്തു കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഓടിച്ചെന്ന് അവൾ അതെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കൈയും വായും കഴുകിയ ശേഷം പ്ലേറ്റും ഗ്ലാസുമൊക്കെയായി ശാലിനി അടുക്കളയിലേക്ക് വന്നു. സ്റ്റെല്ല വരൂ, നമ്മൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ശാലിനി ഏറെ നിർബന്ധിച്ചുവെങ്കിലും സ്റ്റെല്ലയ്ക്ക് അവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കുവാൻ എന്തോ ഒരു ജാള്യത പോലെ ആയിരുന്നു. എന്നാൽ ശാലിനി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി. ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ട, ഇവിടെ ഞാനും ശിവേട്ടനും ഒക്കെ ഉണ്ടല്ലോ പറഞ്ഞുകൊണ്ട് അവൾ ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ചേറെ ചോറ് വിളമ്പി. ചേച്ചി, ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല കേട്ടോ, കുറച്ചു മതി. ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ ശാലിനിയോട് പ്ലേറ്റ് മേടിച്ചു. നന്നായി ഭക്ഷണം കഴിച്ച് ആരോഗ്യമൊന്നും വെച്ചില്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കും? ഒരാഴ്ചയ്ക്കുള്ളിൽ തടി വെച്ചോണം, ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ എടുക്കും കേട്ടോ. ശാലിനിയുടെ ശബ്ദത്തിൽ ഭീഷണിയുടെ സ്വരം കലർന്നിരുന്നു. പണ്ട് മുതലേ ഞാൻ ഇത്രയൊക്കെ കഴിക്കുകയുള്ളൂ ചേച്ചി, അതുകൊണ്ടാണ്. അതൊക്കെ പണ്ട്, ഇനി ഇതിവിടെ പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. നന്നായിട്ട് ആഹാരം കഴിച്ച് വയറ് നിറച്ചോണം. ഇരുവരുടെയും സംഭാഷണം കേട്ടുകൊണ്ട് ശിവനും വന്ന് അരികിലായിരുന്നു. ഓ അടിപൊളി, എൻ്റെ സ്റ്റെല്ല കൊച്ചേ, നിനക്ക് ഇത്രയ്ക്ക് ടേസ്റ്റായിട്ട് കറികളൊക്കെ വെക്കാൻ അറിയാമല്ലോ. പാവയ്ക്കാ തീയലും പയർ മെഴുക്കുവരട്ടിയും കൂട്ടി നോക്കിയ ശേഷം ശാലിനി തൻ്റെ തള്ളവിരൽ ഉയർത്തി അവളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ശിവൻ ഒന്നും പറയാത്തതുകൊണ്ട് മുഖം കുനിച്ചിരുന്നതേയുള്ളൂ സ്റ്റെല്ല. ശിവൻ അടുത്തിരിക്കുന്നതിനാൽ സ്റ്റെല്ലയ്ക്ക് ആകെക്കൂടി ഒരു പരവേശം പോലെ ആയിരുന്നു. ശാലിനി പെട്ടെന്ന് അവളോട് കൂട്ടായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ശിവൻ ആളൊന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ ഇനി താൻ ഇവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും അനിഷ്ടമായോ എന്ന് സ്റ്റെല്ല പലകുറി ചിന്തിച്ചു. വളരെയധികം ആസ്വദിച്ചിരുന്നാണ് ശിവനും ശാലിനിയും ഭക്ഷണം കഴിച്ചത്. സ്റ്റെല്ല മാത്രം വെറുതെ നുള്ളിപ്പെറുക്കിക്കൊണ്ടിരുന്നു. ഈ മീൻകറിയൊക്കെ ഇത്ര നന്നായിട്ട് എങ്ങനെയാ കൊച്ചേ വയ്ക്കുന്നത്? ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ചേച്ചി. അത് എന്നെ മഠത്തിൽ നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റി പഠിപ്പിച്ചതാണ്. നമ്മൾ ആവശ്യത്തിന് വെള്ളമെടുത്ത് അതിൽ കല്ലുപ്പും കുടംപുളിയും മഞ്ഞൾപ്പൊടിയും കൂട്ടി തിളപ്പിക്കണം. നന്നായി വെട്ടി തിളച്ച ശേഷം അത് ഇറക്കി വെച്ച് തണുപ്പിക്കണം. എന്നിട്ട് വേണം മീൻ വെട്ടി കഴുകി വൃത്തിയാക്കുവാൻ പോകേണ്ടത്. അതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും ഈ ഉപ്പും പുളിയും ഒക്കെ പാകമായിട്ട് വെള്ളത്തിൽ ലയിച്ചിരിക്കും. എന്നിട്ട് അത് എടുത്ത് കറി വെച്ചാൽ മതി. 2 ദിവസം മുന്നേ വെച്ച മീൻ കറിയുടെ ടേസ്റ്റ് പോലെ ഇരിക്കും. വളരെ കൃത്യതയോടു കൂടിയാണ് സ്റ്റെല്ല ഓരോ കാര്യങ്ങളും ശാലിനിക്ക് വിശദീകരിച്ചു കൊടുത്തത്. അതെല്ലാം കേട്ടുകൊണ്ട് ശാലിനി തലകുലുക്കി. സ്റ്റെല്ലയുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. എനിക്കും ഇതുപോലെ ഒന്ന് വെക്കാനാണ്. എനിക്ക് ഫോണില്ല ചേച്ചി. ആണോ? സാരമില്ല, ഞാൻ ശിവേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കാം. അപ്പോൾ സ്റ്റെല്ല സംസാരിച്ചാൽ മതി കേട്ടോ. ശാലിനി പറഞ്ഞതും അവൾ തലകുലുക്കി. വലിയ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ശിവൻ രണ്ടാമതും ചോറും കറികളും എടുത്തപ്പോൾ ശാലിനിക്ക് മനസ്സിലായിരുന്നു അവനും ഇതൊക്കെ വളരെ ഇഷ്ടമായി എന്ന്. അങ്ങനെ മൂവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചെഴുന്നേറ്റു. വൈകുന്നേരം 4 മണിയോടുകൂടി ശാലിനി യാത്ര പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അത്രയും നേരം കൊണ്ട് ശാലിനിയും സ്റ്റെല്ലയും തമ്മിൽ ഒരുപാട് അടുത്തിരുന്നു. അതുകൊണ്ട് അവൾ പോയതും സ്റ്റെല്ലയ്ക്ക് വളരെ സങ്കടം തോന്നി.
ഉമ്മറക്കോലായിൽ ഒരുപാട് സമയം അവൾ ശാലിനി നടന്നു പോകുന്നത് നോക്കി അങ്ങനെ നിന്നു. വഴിയിൽ എവിടെയോ ശിവൻ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ ബൈക്കിലാണ് ശാലിനി കവലയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ അന്നത്തെ ദിവസവും കടന്നുപോയി. കുഞ്ഞിനെയും കൊണ്ട് ഡിസ്ചാർജായി വന്നതായിരുന്നു സീന. പലതവണ സ്റ്റെല്ലയുടെ ഫോണിൽ വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച്ഡ് ഓഫ് എന്നായിരുന്നു മറുപടി. അത് കേട്ടപ്പോൾ മുതൽ ചങ്കിടിക്കുകയാണ്. അടുത്ത വീട്ടിലെ വത്സമ്മ ചേച്ചിയുടെ നമ്പറിൽ വിളിച്ചപ്പോൾ അവ പറഞ്ഞാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഉടനെ തന്നെ സതിച്ചേച്ചിയെ വിളിച്ചു. അവരാണ് സ്റ്റെല്ലയെ ഏജൻസിയിലാക്കിയത്. അവരോട് സംസാരിച്ചു വെച്ചപ്പോൾ സീനയ്ക്ക് സമാധാനമായി. അലോക്ഷിയുടെ സ്വഭാവം ചീത്തയാണെന്നുള്ള കാര്യമൊക്കെ സീനയ്ക്ക് അറിയാം. പക്ഷേ സ്വന്തം അനുജത്തിയോട് ഈ വിധം കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇത്രയ്ക്ക് ഒരു വൃത്തികെട്ടവനെയാണല്ലോ ജീവന് തുല്യം പ്രണയിച്ചത് എന്ന് ഓർത്തപ്പോൾ അവളുടെ മിഴികൾ ഈറനണിഞ്ഞു. എന്നിരുന്നാലും ശരി, തൻ്റെ സ്റ്റെല്ലമോള് എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിയാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രം അവൾക്കുള്ളൂ. 2 വയസ്സുള്ള തൻ്റെ മോളുടെ മുഖത്തേക്ക് നോക്കി അവൾ അങ്ങനെ കിടന്നു. ചാച്ചൻ എവിടെയാണോ? കാലത്ത് ഇറങ്ങിപ്പോയതാവും. 2 ജോഡി ഡ്രസ്സ് അലക്കാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ഏറെ വേറെയുമുണ്ട്. കിങ്ങിണി മോള് നല്ല ഉറക്കത്തിലാണ്. ഇഞ്ചക്ഷനൊക്കെ എടുത്തതുകൊണ്ടാവാം വല്ലാണ്ട് ക്ഷീണിച്ചുപോയി കുഞ്ഞ്. നല്ല ആഹാരം പോലും മേടിച്ചു കൊടുക്കുവാനുള്ള വശം തനിക്കിപ്പോൾ ഇല്ലല്ലോ. കുഞ്ഞിനെ എടുത്തു നേരെ നീക്കി ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് 2-3 തലയണ എടുത്ത് ഓരോ വശത്തേക്കുമായിട്ട് വെച്ചു കൊടുത്തു. അലക്കിയെടുക്കുവാനുള്ള തുണികളുമായിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ആ പണി കഴിഞ്ഞപ്പോൾ നടു പൊട്ടി തകർന്നു പോയിരുന്നു. ഹോ, എൻ്റെ മാതാവേ, മടുത്തു. അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ഒരു ചരുവത്തിൽ ഒഴിച്ചു. കുറച്ച് ഉപ്പുമാങ്ങ ഇരിപ്പുണ്ട്, അതും കൂടി എടുത്തു. തൊടിയിൽ നിന്ന് ഒരു കാന്താരി മുളകും കൂടി പറിച്ചു കൊണ്ടുവന്ന് ഞെരടി. ചൂടുണ്ടെങ്കിൽ പോലും ഒറ്റ വലിക്ക് അവളത് കുടിച്ചു തീർത്തു. കുഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ എന്തെങ്കിലും കറി വെക്കണം. 2 ഉരുളക്കിഴങ്ങ് കിടപ്പുണ്ട്. അതെടുത്ത് മെഴുക്കുപുരട്ടി വെക്കാൻ വേണ്ടി അരിഞ്ഞപ്പോഴാണ് എണ്ണ ഇല്ലല്ലോ എന്നോർത്തത്. ബാഗ് എടുത്ത് നോക്കി. 3 100 രൂപ നോട്ടും അതിൽ കുറച്ച് ചില്ലറ തൊട്ടും കിടപ്പുണ്ട്. അലോഷിച്ചായൻ്റെ പെങ്ങൾ ഇന്നലെ കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ തന്നിട്ട് പോയതാണ് ഒരു 500 രൂപ. അത് മാറിയായിരുന്നു ഇങ്ങോട്ട് പോന്നപ്പോൾ കുഞ്ഞിനു വേണ്ടിയുള്ള കുപ്പിമരുന്ന് വാങ്ങിയത്. ബാക്കി പൈസ കിടക്കുന്നതായിരുന്നു. അടുത്ത വീട്ടിലെ കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ട് 1/2 കിലോ എണ്ണയും 3 മുട്ടയും ഒരു തേങ്ങയും മേടിപ്പിച്ചു. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ചു. തേങ്ങ ചിരകിയിട്ട് മുട്ടയും വറുത്തു. അപ്പോഴേക്കും വാവ എഴുന്നേറ്റു. അമ്മയുടെ ചുന്ദരി എഴുന്നേറ്റോ? വായോ വായോ. ഓടിച്ചെന്ന് അവൾ കുഞ്ഞിനെ എടുത്ത് തോളിലേക്കിട്ടു. ചിണുങ്ങിക്കൊണ്ട് കുഞ്ഞ് അവളുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പായി, അപ്പായി. അലോഷിയെ കാണാഞ്ഞിട്ടാണ് കുഞ്ഞ് വിളിക്കുന്നതെന്ന് സീനയ്ക്ക് മനസ്സിലായി. അപ്പായി കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. നമുക്കിപ്പോൾ മാമുണ്ണാം. അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. മുട്ട പൊരിച്ചതും കിഴങ്ങ് മെഴുക്കുപുരട്ടിയും ഒക്കെ കൂട്ടി വയറ് നിറച്ച് കുഞ്ഞിന് ചോറ് കൊടുത്തു. അപ്പോഴേക്കും കേട്ടു മുറ്റത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം. ഇച്ചായം വന്നെന്ന് തോന്നുന്നു. അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അപ്പായി. അവനെ കണ്ടതും കുഞ്ഞ് കൈയും കാലും ഇട്ട് ഇളക്കി. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. സ്വന്തം കുഞ്ഞിനെ കാണുവാനായി ഒന്ന് തിരിഞ്ഞു പോലും അയാൾ കയറിയില്ല. അതോർത്തപ്പോൾ സീനയ്ക്ക് അവനോട് ദേഷ്യം തോന്നി. പിന്നെ എല്ലാം താൻ ഒരുത്തി കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തപ്പോൾ അവൾ ഒന്നും മിണ്ടിയതുമില്ല. കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. കഴിക്കാൻ എന്തെങ്കിലും എടുക്കടി, സീനയോട് അവൻ വിളിച്ചു പറഞ്ഞു. അവൾ അവന് ചോറും കറികളും എടുത്തു മേശപ്പുറത്ത് നിരത്തി. തൻ്റെ അനുജത്തിയോട് മോശമായി പെരുമാറിയത് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ പിന്നെ ഏത് രീതിയിലാകും പ്രതികരിക്കുക എന്ന് അറിയില്ല. പേടിയാണ് അവൾക്ക് അലോഷിയെ. അതുകൊണ്ട് അവൾ ഒന്നും സംസാരിക്കുവാനും മുതിർന്നില്ല. സ്റ്റെല്ലയുടെ സംരക്ഷണത്തിൽ രാധമ്മ അത്യാവശ്യം പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചു കൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും കാലത്തെ ഉണർന്ന് അവൾ അടുക്കള ജോലിയൊക്കെ വേഗത്തിൽ ചെയ്തു തീർക്കും. അതിനുശേഷം രാധമ്മയെ വിളിച്ചുണർത്തി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാൻ സഹായിക്കും. ചായയും ഒപ്പം റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിപ്പിച്ച ശേഷം അവൾ മുറ്റം അടിച്ചു വാരുവാനായി ഇറങ്ങും. കൂട്ടത്തിൽ ഉള്ളതിൽ വെച്ച് അവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ മുറ്റം അടിച്ചുവാരലായിരുന്നു. കാരണം നീണ്ട വിശാലമായി കിടക്കുന്ന മുറ്റമാണ്. മാവിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴുവാൻ തുടങ്ങിയതിനാൽ അവൾക്ക് അതെല്ലാം അടിച്ചുവാരി കളയുക അത്ര എളുപ്പമല്ലായിരുന്നു. എന്നാലും 7 മണിയാകുമ്പോഴേക്കും അവളുടെ ആ ജോലി തീർന്നിരിക്കും. ശിവൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും സ്റ്റെല്ല അവന് വേണ്ടിയുള്ള ചായയും എടുത്ത് മേശമേൽ വയ്ക്കും. അത് കുടിച്ചുകൊണ്ടാണ് ശിവൻ അമ്മയുടെ മുറിയിലേക്ക് നടന്നു ചെല്ലും. കുറച്ചു സമയം അമ്മയോട് സംസാരിച്ചിരുന്നിട്ട് അവൻ കൃഷിയിടങ്ങളിലേക്ക് പോവും. ഒരു ദിവസം കാലത്തെ രാധമ്മയ്ക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷം അവർക്ക് മരുന്ന് നൽകിയിട്ട് അവൾ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി. ശിവന്റെ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. 2 ദിവസം മുമ്പ് ശാലിനി ചേച്ചി വന്നപ്പോൾ എല്ലാം ഒന്ന്
ഒതുക്കി പറക്കി വെച്ചിട്ട് പോയതായിരുന്നു. എല്ലാ ദിവസവും മുകളിലേക്ക് പോയി ബുദ്ധിമുട്ടേണ്ട എന്നും 2-3 ദിവസമെങ്കിലും കയറുമ്പോൾ ഒന്ന് ചെന്ന് വൃത്തിയാക്കണം എന്നുമായിരുന്നു ശാലിനി ചേച്ചി അറിയിച്ചത്. അതിന് പ്രകാരമായിരുന്നു അന്ന് അവൾ കയറി ചെന്നത്. അങ്ങനെ പറയത്തക്കതായിട്ട് പൊടിപടലങ്ങളൊന്നും തന്നെ തറയിൽ ഉണ്ടായിരുന്നില്ല. നല്ല വൃത്തിക്കും വെടുപ്പിനും തന്നെയായിരുന്നു ശിവന്റെ മുറി കിടന്നത്. അടുക്കിപ്പറക്കി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റെല്ല ഒരു കാര്യം കണ്ടത്. കല്യാണപ്പുടവ പോലെ തോന്നിക്കുന്ന ഒരു സാരി. അവൾ അത് തൻ്റെ കയ്യിലേക്ക് എടുത്തു. ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ? അപ്പോഴാണ് ഒരു ഷർട്ടും മുണ്ടും കൂടി അവൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റെല്ലയ്ക്ക് അറിയില്ലായിരുന്നു ശിവന്റെ വിവാഹം കഴിഞ്ഞ വിവരമൊന്നും. അവൾക്ക് ആകപ്പാടെ ഒരു അങ്കലാപ്പ് പോലെ. ഇതെന്താണ് ശിവൻ ചേട്ടന്റെ റൂമിൽ ഈ വേഷം കിടക്കുന്നത്? ഇവിടെ ആരുടെ വിവാഹം കഴിഞ്ഞതെന്ന് അവൾ ചിന്തിച്ചു. പെട്ടെന്നായിരുന്നു ശിവൻ റൂമിലേക്ക് കയറി വന്നത്. ലക്ഷ്മിയുടെ വിവാഹ സാരിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റെല്ലയെ കണ്ടതും അവന്റെ നെറ്റി ചുളിഞ്ഞു. ഞാന് ഈ മുറിയൊക്കെ അടിച്ചുവാരി ഇടണമെന്ന് ശാലിനി ചേച്ചി പറഞ്ഞിരുന്നു. അതുകൊണ്ട് കയറി വന്നതാ ചേട്ടാ. ശിവനെ കണ്ടതും അവൾക്ക് അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആ, അടിച്ചുവാരി കഴിഞ്ഞെങ്കിൽ സ്റ്റെല്ല താഴേക്ക് പൊയ്ക്കോളൂ. അവൻ പറഞ്ഞതും കയ്യിലിരുന്ന സാരി അവിടെ തന്നെ വെച്ചിട്ട് അവൾ വേഗം അടിച്ചുവാരിയ ചൂലും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. സ്റ്റെല്ല ഇട്ടിട്ടു പോയ സാരിയും കയ്യിലെടുത്ത് ശിവനും തൊട്ടു പിന്നാലെ ഇറങ്ങി. അടുക്കള വരാന്തയിൽ ആലോചനയോടെ നിൽക്കുകയാണ് സ്റ്റെല്ല. അപ്പോഴാണ് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്ന ശിവനെ അവൾ കണ്ടത്. കുറച്ചു മുന്നേ താൻ വെച്ചിട്ടു പോയ ആ സാരിയും അവന്റെ കയ്യിലുണ്ടായിരുന്നു എന്നവൾ കണ്ടു. മുറ്റത്തിന്റെ ഒരു കോണിലായി ആ സാരി കൊണ്ടുപോയി ഇട്ട ശേഷം പോക്കറ്റിൽ നിന്ന് ഒരു ലാമ്പെടുത്ത് അതിന് തീ കൊളുത്തുന്നതാണ് സ്റ്റെല്ല കാണുന്നത്. ഈശ്വരാ, ഇതെന്താ ഈ കാണിക്കുന്നേ? അവൾ പേടിയോടുകൂടി അത് കത്തുന്നത് നോക്കി നിന്നു. കൃത്യം ആ നേരത്താണ് തൊട്ടയൽ വീട്ടിലെ സരസമ്മ ചേച്ചി അവിടേക്ക് കയറി വന്നത്. ശിവന്റെ പ്രവൃത്തി കണ്ടതും അവർ കണ്ണു തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. എന്തു ചെയ്യാനാ, ഇത്രയും തങ്കപ്പെട്ട ചെറുക്കനെ ഇട്ടിട്ടു പോയ ആ പെണ്ണില്ലേ, അവൾക്ക് ഒരിക്കലും ഒരു ഗതി ഉണ്ടാകില്ല. വിതുമ്പിക്കൊണ്ട് അവർ അടുക്കളയിൽ കിടന്ന ബെഞ്ചിൽ വന്നിരുന്നു. ശിവന്റെ ബൈക്ക് സ്റ്റാർട്ടായി പോകുന്ന ശബ്ദം ഇരുവരും കേട്ടു. സ്റ്റെല്ല വെളിയിലേക്ക് ഒന്ന് എത്തി നോക്കിയപ്പോൾ ഗേറ്റ് കടന്ന് അവന്റെ ബൈക്ക് പോയിരുന്നു. എന്തിനാ ചേച്ചി ശിവൻ ചേട്ടൻ ആ സാരി കത്തിച്ചു കളഞ്ഞത്? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. ശിവൻ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞ വിവരമൊന്നും മോൾക്കറിയില്ലേ? അവര് ചോദിച്ചതും സ്റ്റെല്ല നടുങ്ങിത്തരിച്ചു. ഇല്ല ചേച്ചി, അറിയില്ല. എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. രാധമ്മ ആ കിടപ്പ് കിടക്കാൻ കാരണം ശിവന്റെ പെണ്ണാണ്. അനുഭവിക്കാതെ പോവില്ല അവളൊന്നും ഈ ലോകത്തുനിന്ന്, അവർ പറഞ്ഞു നിർത്തി. എന്നിട്ട് എവിടെ പോയി ചേച്ചി ശിവൻ ചേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ്? സംശയത്തോടു കൂടി സ്റ്റെല്ല സരസമ്മ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. നാട് മൊത്തം വിളംബരം ചെയ്ത് നടത്തിയ കല്യാണമായിരുന്നു. രാധമ്മയാണെങ്കിൽ മകന്റെ കല്യാണം നടന്നൊന്ന് കാണാൻ നേർച്ച നേർന്നിരുന്നതാ. അവളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വന്ന ആലോചനയാണെന്ന് ഈ നാട്ടിലെ എല്ലാവരും പറഞ്ഞു. ഇവിടുത്തെ പിള്ളേരും രാധമ്മയും ഒക്കെ ചെന്ന് കണ്ടപ്പോൾ തങ്കം പോലൊരു പെണ്ണ്. എന്തൊരു അടക്കവും ഒതുക്കവും. ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയത് മോന്റെ ഭാഗ്യമാണെന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു. എന്നിട്ട് ഒടുക്കം കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ അവള് പറയുവാ അവൾക്ക് ഒരു ചെറുക്കനെ ഇഷ്ടമായിരുന്നു എന്ന്. അത് അറിഞ്ഞതും അപ്പോൾ തളർന്നു വീണതാണ് രാധമ്മ. കണ്ടില്ലേ അതിന്റെ കിടപ്പ്? ഓരോ നിമിഷവും ചങ്ക് പൊട്ടിയല്ലേ അവൾ കഴിയുന്നത്. അവര് പറയുന്നത് കേട്ടതും സ്റ്റെല്ല തരിച്ചു നിൽക്കുകയാണ്, വിശ്വസിക്കാൻ പോലും ആവാതെ കൊണ്ട്. ശിവൻ ചേട്ടനെ ആ പെൺകുട്ടി ഉപേക്ഷിച്ചു പോയോ? ഈശ്വരാ, എന്തൊരു കഷ്ടമാണ്. എത്രയോ നല്ല മനുഷ്യരാണ് ഇവരൊക്കെ. എന്നിട്ട് ആ പെൺകുട്ടിക്ക് എങ്ങനെ സാധിച്ചു ഈ ചേട്ടനെ വേണ്ടാന്ന് വെച്ചു പോകാൻ? സത്യം തന്നെയാണോ ചേച്ചി ഇതൊക്കെ? അതേ കുഞ്ഞേ, ഇങ്ങനെ എന്തെങ്കിലും കാര്യം ആരെങ്കിലും നുണ പറയുമോ? അതും ഈ കുടുംബത്തെപ്പറ്റി. ശിവന്റെ അവസ്ഥ അറിഞ്ഞു കരയാത്ത ഒരാള് പോലും കാണില്ല. ഒന്നും വേണ്ട, അവൾക്ക് ഈ കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നിട്ടാണ് ആ എരണം കെട്ടവൾ ഇതെല്ലാം ആ ചെക്കനോട് എഴുന്നള്ളിക്കുന്നത്. ശോ, കഷ്ടം. അവനൊന്നും നോക്കിയില്ല. അവളുടെ അപ്പനെയും അമ്മയെയും വിളിച്ചു നേരെ കാര്യം പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടവർ വന്നുകൊണ്ട് പൊയ്ക്കോളാൻ. എന്നിട്ടോ രാത്രി ഒരു 8 മണിയായപ്പോൾ എല്ലാം എത്തി. എന്നിട്ട് ശിവന്റെ കാല് പിടിക്കാൻ തുടങ്ങി. ശിവൻ പറഞ്ഞു കണ്ടവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നവളെ എനിക്ക് വേണ്ടെന്ന്. 11 മണിക്ക് അവൻ കെട്ടിക്കൊടുത്ത താലി രാത്രി 9 മണിയായപ്പോൾ അവൾ അഴിച്ചു കൊടുത്തിട്ട് സ്ഥലം വിട്ടു. ദൈവമേ, കഷ്ടം. തലകറക്കം പോലെ വരുന്നു എന്ന് രാധ പറഞ്ഞപ്പോൾ മൂത്ത മകൾ ശ്രീദേവിയാണ് അവളെ പിടിച്ച് കട്ടിലിൽ കിടത്തിയ. ആ കിടപ്പാണ് ഇപ്പോഴും.